നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വോട്ട് ചെയ്യാനൊരുങ്ങി കേരളം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉപകരണ വിതരണം വൈകി. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. പാലക്കാട് സ്വദേശിക്കെതിരെ പരാതി. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികൾ. ഡ്രൈവർ ഉറങ്ങിയത് അപകട കാരണം. തൃത്താല ചെമ്പ്ര എസ്റ്റേറ്റിൽ കരിങ്കൽ ക്വാറി തുടങ്ങുന്നതിൽ പ്രതിഷേധം. സമരത്തിനൊരുങ്ങി ജനകീയ സമിതി. കൊടും വേനലിൽ ഉപ്പുതുറക്കാർക്ക് ആശ്വാസമായി മലമുകളിലെ ജലസ്രോതസ്. ദാഹമകറ്റുന്നത് 20ഓളം കുടുംബങ്ങളുടെ. വിശദമായി നോക്കാം. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. വിദേശ വനിതയെ പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്ളോഗർക്ക് നേരെയായിരുന്നു അതിക്രമം. പൂരവിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ മോശമായി പെരുമാറുകയായിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് വിദേശ വനിത തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന വീഡിയോ ചെയ്ത വ്ളോഗർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. Nice to meet you. Nice to meet you. Danny, do you remember please? No. So far, Keenan's been groped. A man came in and really got a whole handful. And then that guy tried to kiss me. MC റോഡിൽ കൊട്ടാരക്കര ഇഞ്ചക്കാട്ട് നിയന്ത്രണം വിട്ട കാർ മീൻ കട ഇടിച്ചു തകർത്തു. തമിഴ്നാട് തിരുഞ്ചെന്തൂർ സ്വദേശി സുരേഷും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ ഉണ്ടായിരുന്ന 4 പേരും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കട ഇടിച്ചു തകർത്ത ശേഷം സമീപത്തെ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. സുരേഷാണ് കാർ ഓടിച്ചിരുന്നത്. ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കോഴിക്കോട് പയ്യോളിയിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. പുലർച്ചെയാണ് സംഭവം. ശരീരം ഛിന്ന ഭിന്നമായതിനാൽ വസ്ത്രങ്ങളും ചെരുപ്പും മാത്രമേ തിരിച്ചറിയാൻ അവശേഷിക്കുന്നുള്ളൂ. തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. വിവരം ലോക്കോ പൈലറ്റ് വടകര റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് പ്രചാരമേറുന്നു. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെയും കാർഷിക കാഴ്ചകളും ജീവിത രീതികളും കണ്ട് മടങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. മേഖലയിൽ സർക്കാർ കൂടുതൽ പദ്ധതികൾ ഒരുക്കണമെന്ന് ആവശ്യം ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഇടുക്കിയുടെ കാഴ്ചകൾ സഞ്ചാരികൾക്ക് എപ്പോഴും ആസ്വാദ്യകരമാണ്. മലനിരകളും തേയിലച്ചെരുവുകളും വെള്ളച്ചാട്ടങ്ങളും കാനന ഭംഗിയുമൊക്കെ ആസ്വദിക്കുവാനെത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ കാർഷിക വൃത്തിയുടെ നേർക്കാഴ്ചകളും അനുഭവിച്ചാണ് മടങ്ങുക. നാടൻ ഭക്ഷണ രുചികൾ ആസ്വദിച്ച് തിരക്കേറിയ താമസ സ്ഥലങ്ങൾ ഒഴിവാക്കി യാത്ര കൂടുതൽ മനോഹരമാക്കാം എന്നതും ഫാം ടൂറിസത്തിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ കർഷകരെ ഫാം ടൂറിസത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പദ്ധതികൾ ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നു. സർക്കാർ അതിൻ്റെ വികസനത്തിന് വേണ്ട ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ ഇവിടുത്തെ കർഷകർക്ക് ഫാം ടൂറിസത്തെ കൂടെ ഇവിടുത്തെ പഠിച്ചു വരുന്ന ആളുകൾക്കാണേലും ചെറുപ്പക്കാർക്ക് തൊഴിലും അതുപോലെ നല്ലൊരു വരുമാനം, അതിൽ കൂടെ സർക്കാരിനും വരുമാനം കിട്ടുന്നതാണ്. കൃഷിയിടത്തിൽ ടെന്റുകളും കുടിലുകളും ഒരുക്കിയും വീടിന്റെ ഒരു ഭാഗം താമസത്തിനായി വിട്ടുകൊടുത്തുമാണ് കർഷകർ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കാർഷിക മേഖല കനത്ത വിലയിടിവ് മൂലം പ്രതിസന്ധി നേരിടുമ്പോൾ ടൂറിസത്തിൽ നിന്ന് അധിക വരുമാനം കണ്ടെത്താനാവുമെന്നതും കർഷകർക്ക് പ്രയോജനകരമാകുന്നു. ന്യൂസ് 18 ഇടുക്കി. ഈ കടുത്ത വേനലിൽ ഒരിറ്റ് വെള്ളത്തിനായി അലഞ്ഞു തിരിയുന്ന, ഓടി നടക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ജനവിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. കാശ് കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് പോലും പലരും എത്തിക്കഴിഞ്ഞു. ഇടുക്കി ഉപ്പുതുറയിൽ 20ഓളം കുടുംബങ്ങളുടെ ദാഹം അകറ്റുന്നത് മലമുകളിലുള്ള ഒരു ചെറിയ ജലസ്രോതസ്സാണ്. പാറക്കെട്ടിൽ നിന്നും നേർത്തു വരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം. ഇടുക്കി ഉപ്പുതറ 9 ഏക്കറിൽ ഏതു കടുത്ത വേനലിലും കുടിവെള്ളം തരുന്ന ഒരു ഓലിയുണ്ട്. അലരി പുത്തൻപുഴയ്ക്കൽ EP ഗോപിയുടെ കിണറാണ് ആരെയും നിരാശപ്പെടുത്താതെ കുടിവെള്ളം തരുന്നത്. ഏത് വേനലിലും ഇവിടെ എത്തിയാൽ ഒരു കുടം വെള്ളമെങ്കിലും ലഭിക്കും. പാറക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധമായ
നല്ല തണുപ്പുള്ള വെള്ളം. വേനൽ ശക്തിയായതോടെ പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റിവരണ്ടു. ഇതോടെയാണ് 20ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഈ ഓലിയെ ആശ്രയിക്കാൻ തുടങ്ങിയത്. ജലത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേകം സമയം നൽകിയാണ് കുടിവെള്ളം ശേഖരിക്കാൻ സൗകര്യമൊരുക്കുന്നത്. ഈ 2 ഓലിയിലാണ് ഇവിടെ ഒരു 10-40 കുടുംബക്കാർ ആശ്രയിക്കുന്നത്. വേനൽക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് ഈ ഉപ്പേറ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ 6ാം വാർഡും 9 ഏക്കർ പ്രദേശവും ഉപ്പേറ പഞ്ചായത്തിൻ്റെ ഉപ്പേറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന 6ാം വാർഡും. അപ്പോൾ ഇവിടെ ഏറ്റവും ദൂഷ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-40 കുടുംബക്കാർക്ക് ഈ പ്രദേശത്ത് ഇവിടെ ഒരു 10-20 കുടുംബക്കാർ, ഇവരുടെ വേരപ്പൻ്റെ വീടിനുള്ള അപ്പുറത്തെ ഒരു 10-20 കുടുംബക്കാർ, ഇങ്ങനെയാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുന്നത്. പിന്നെ പെരിയാറ്റിൽ നിന്ന് കുറേ വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ ദൂരെയാണ് മറ്റൊരു ഓലിയുള്ളത്. ഏത് വേനലിലും ഇവിടെ 2ഇടത്തും വെള്ളമുണ്ട്. കത്തുന്ന ചൂടിലും ഒരു നാടിന്റെ ദാഹമകറ്റുകയാണ് ഈ ജലസ്രോതസ്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് ചെമ്പ്ര എസ്റ്റേറ്റിൽ കരിങ്കൽ ക്വാറി തുടങ്ങുന്നതിൽ പ്രതിഷേധം. ജനകീയ സമരത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ ഇവിടുത്തെ ക്വാറി പ്രവർത്തനം നിർത്തിയിരുന്നു. കഴിഞ്ഞ മാസം വീണ്ടും ക്വാറി ആരംഭിച്ചതോടെ 2ാം ഘട്ട സമരത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി. കരിങ്കൽ ക്വാറി പ്രവർത്തനം ആരംഭിച്ചതിൽ റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചതായി സമരസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും പിന്തുണയോടെയാണ് സമരം. സമരം അവസാനിപ്പിക്കുന്നത് പഞ്ചായത്തുകൾ അതിനുശേഷം ലൈസൻസ് പുതുക്കി കൊടുത്തില്ല. ഏപ്രിൽ 1 മുതൽ ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചതാണ്. പിന്നെ അതിൽ കുറേ റെക്ടിഫിക്കേഷൻ വർക്കുകൾ പറഞ്ഞിരുന്നു. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവരോട് റെക്ടിഫിക്കേഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയിട്ട് വീണ്ടും ലൈസൻസ് വാങ്ങിച്ച് കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി മുതൽ വീണ്ടും ഇതിലൂടെ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് 1964 മുൻപ് റബ്ബർ കൃഷി ചെയ്തിരുന്നതിനാൽ അത് കൈവശ ഭൂമി പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തതാണ്. തോട്ടം ഭൂമി എന്നുള്ള നിലയ്ക്ക് ഇളവ് ചെയ്ത് കൊടുത്തതാണ്. ആ ഇളവ് ചെയ്ത ഭൂമിയിൽ പരിവർത്തനം ചെയ്യാൻ പാടില്ല. അതിൽ പ്രത്യേകിച്ച് ഖനന പ്രവർത്തനങ്ങൾ തീരെ നടത്താൻ പാടില്ലാത്തതാണ്. ആ നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇവരിവിടെ ക്വാറി തുടങ്ങിയിരിക്കുന്നത്. ഓറിയന്റൽ റോക്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി 2 വർഷത്തോളമായി തുടങ്ങിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഞങ്ങളുടെ വീടുകൾക്ക് കല്ലുകൾ വന്ന് വീഴുക, മഴ പെയ്ത വെള്ളം മുഴുവൻ ഞങ്ങളുടെ വീടുകൾക്ക് വരിക. പിന്നെ ഓവർലോഡായിട്ടാണ് ലോറികൾ കംപ്ലീറ്റ് പോണത്. മറ്റുള്ള വണ്ടികൾ വന്ന കാരണം ഞങ്ങൾക്ക് പൊടി കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റും. രണ്ടാമത് ഇപ്പോൾ ഈ സമരം തുടങ്ങിയത് ഇത് ഏത് കാലം വരെ ഈ സമരം തുടരുകയും ചെയ്യും. ഇത് എന്ന് നിർത്തണേ അതുവരെ ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. പട്ടാമ്പി നഗരസഭ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം രാഷ്ട്രീയ പ്രേരിതമെന്ന് ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ CPM, V4 മുന്നണികൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അവർ വ്യക്തമാക്കി. ജനകീയ പദ്ധതികൾ അട്ടിമറിച്ചുവെന്നും ചട്ടലംഘനവും ആരോപിച്ചാണ് പട്ടാമ്പി നഗരസഭയിലെ പ്രതിപക്ഷ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നഗരസഭയിൽ 28 അംഗ കൗൺസിലർമാരാണ് ഉള്ളത്. UDF-ന് 11, LDF-ന് 10, V4 മുന്നണിക്ക് 6, BJP-ക്ക് 1 അംഗവുമാണുള്ളത്. വിധി എഴുതാനൊരുങ്ങി കേരളം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാന മണിക്കൂറുകളിൽ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2,77,00,000 വോട്ടർമാരാണ് വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്.
സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് 1844 വോട്ടർമാരാണ്. ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ, മുളകുത്തറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ, പറപ്പയാർക്കുടി EDC സെന്റർ എന്നിങ്ങനെ 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. 516 പുരുഷ വോട്ടർമാരും 525 സ്ത്രീ വോട്ടർമാരുമുണ്ട്. മുളകുത്തറക്കുടിയിൽ 261 പുരുഷ വോട്ടർമാരും 246 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ 507 വോട്ടർമാരാണുള്ളത്. പറപ്പയാർക്കുടിയിൽ 156 പുരുഷ വോട്ടർമാരും 140 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ 296 വോട്ടർമാരാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി താലൂക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നത് 321 പോളിംഗ് ബൂത്തുകളും 1600ഓളം ഉദ്യോഗസ്ഥരുമാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ 162 പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കും. തൃത്താലയിൽ 2 ഓക്സിലറി അടക്കം 157 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമായത്. കേന്ദ്രസേനയുടെ സുരക്ഷയും CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയം കൈവരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ്. 2 മാസക്കാലമായി നീണ്ട പ്രചാരണങ്ങൾ അവസാനിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ന്യൂസ് 18നോട് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ആരിഫും കുടുംബവും. 2 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, വലിയ വാശിയേറെ പ്രചരണം, അതിനിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വാക്പോരുകളൊക്കെ ആയിട്ട് ഭയങ്കര ആവേശകരമായിരുന്നു ആലപ്പുഴയിലെ ഇത്തവണത്തെ എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആശ്വാസത്തിന്റെ ഒരു ദിവസം കൂടിയാ അല്ലെ? കുറെ ഓട്ടത്തിന് ശേഷം ഇന്ന് കൂടെ രാവിലെ കയറി ഈ 8 മണിയാകുമ്പോ ഓപ്പൺ ജിപ്പിൽ കയറി നിന്നാൽ നിൽക്കുന്ന നടുവ് ഓക്കെ ആയിക്കാണല്ലേ? കാല് കണ്ടില്ല, നീരാ, മൊത്തം നീരായി. ഈ നിപ്പ് രാത്രി 11 മണി വരെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. കാര്യം ടൈമിൽ തുടങ്ങത്തില്ല, ടൈമിൽ തീരത്തില്ല. ആകെ 1 മണിക്കൂർ ഇന്നതൊന്നും ഇല്ല അല്ലെ? ഇന്നൊരു മൊത്തത്തിൽ വെച്ച് കാരണത്തിൽ രാവിലെ ഉറങ്ങിയോ? ഇന്നാണ് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു 11:30 കിടന്നു. 11:30 ശേഷം ഒരുപാട് കോള് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വിളിക്കാൻ പറ്റില്ല. അവര് കുറച്ച് നേരത്തെ ഉറങ്ങാൻ പറ്റി ഇന്നലെ ദിവസം അല്ലേ? ഇന്നലെ ഒരു 11:30 ഉറങ്ങി. രാവിലെ 5:45 എല്ലാവരും വെച്ച് എഴുന്നേറ്റു. നടക്കാം. എന്നിട്ട് ഇന്ന് ഇച്ചിരി രാവിലെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ്. അതുകൊണ്ടൊരു ഒരു സത്യം പറഞ്ഞ തലയ്ക്കൊരു ഇച്ചിരി ചെറിയൊരു ഒരു കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ഒരു ദിവസമേ ഉള്ളൂ അല്ലെ? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ ചില ക്രമപ്പെടുത്തൽ വരുത്തിയിട്ട് ഇവിടെ കടച്ചോളങ്ങര ഒരു മരണ വീട്ടിൽ കയറിയിട്ട് നേരെ കരുനാഗപ്പള്ളിക്ക് പോവാം. ഇന്നലെ അവിടെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉൾപ്പെടെ, ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ബാലേന്ദ്രൻ ഉൾപ്പെടെ എല്ലാം ഹോസ്പിറ്റലാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പൊ ഇവിടെ ചേച്ചിയുണ്ട്, ആരിഫിക്കയുടെ വൈഫുണ്ട് നമ്മളോട്. ചേച്ചി, കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നലെ ഭർത്താവ് നേരത്തെ വീട്ടിൽ കയറിയല്ലേ? അത്ര നേരത്തെ ഒന്നുമല്ല, എന്നാലും എല്ലാ ദിവസവും 1 മണി 2 മണിക്ക് 2 മണിന്ന് മാറിയിട്ട് ഒരു 10:30 ആയപ്പോ എത്തി. ഉറങ്ങണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെയും കുറെ കഴിഞ്ഞാണ് ഉറങ്ങിയത്. ഇന്നലെ ഇച്ചിരി ഉറങ്ങി. ഭയങ്കര ഡോക്ടറല്ലേ, ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ? ഈ ഓപ്പൺ ജീപ്പിൽ ഞങ്ങൾ കുറച്ച് ബൈറ്റ് എടുക്കാൻ കയറിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു പോക്ക് ഭയങ്കര പാടാണെന്നുള്ളത്. അത് പുള്ളിയുടെ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകതയാണ്. ജയിക്കണം, അത് മാത്രമാണ് പുള്ളിയെ ഭരിക്കുന്ന ചിന്ത. അതുകൊണ്ട് ഈ പറയുന്ന വെല്ലുവിളികളെല്ലാം തന്നെയും പുള്ളി അതിജീവിച്ചു. ഈ കഠിനമായ ചൂട്, കഠിനമായ വെയില്, പിന്നെ രാവിലെ തുടങ്ങിയുള്ള യാത്ര, രാത്രിയിലാണ് റോഡ് ഷോ കഴിയുക, നോമ്പ്, 1 മാസം നോയമ്പായിരുന്നു, വെള്ളം പോലും കുടിക്കാതുള്ള. പിന്നെ ഭക്ഷണമാണെങ്കിൽ ഏതെങ്കിലും പള്ളികൾ ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് അത് പിടിക്കും മനക്കരുത്ത്. എനിക്ക് തോന്നുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം 2 മാസം ഉണ്ടായിരുന്നു അല്ലെ? കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പ്രചരണവും ഭയങ്കരമായിരുന്നു. ആ ദീർഘമായ ഒരു കാലയളവ് കഴിഞ്ഞ് നാളെ ഇലക്ഷനിലോട്ട് പോകും. എന്നാ തോന്നുന്നു? വളരെ കോൺഫിഡന്റ് ആണ്. 100% വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. നേരത്തെ ആരിഫിക്ക പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനും എന്റെ ഭാര്യയും ഒഴിച്ച് ബാക്കി ആരും വിശ്വസിച്ചിട്ടില്ല ഗൗരിയമ്മയെ താൻ പരാജയപ്പെടുത്തുമെന്ന് അല്ലെ? ആ സമയവും ഈ സമയവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ്, എക്സ്പീരിയൻസ് അല്ലേ? ഇല്ല, അന്നത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല. കാര്യം അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും ജയിക്കും, 5000 വോട്ടിനെങ്കിലും ജയിച്ചിരിക്കും. അപ്പൊ അന്ന് എല്ലാവരും എന്നെ സഹതാപത്തോടു കൂടി നോക്കി, അയ്യോ പാവം ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തായി പോയെന്നോ, അങ്ങനെയൊക്കെ വളരെ സഹതാപത്തോടു കൂടിയാ നോക്കി. ഇന്ന് വളരെ വ്യത്യസ്തമാണ് സ്ഥിതി. ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. അന്നെന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ അത്രയും ശക്തിയായ നേതാവാണ്. KC വേണുഗോപാലിനെ പോലെയല്ല, അതിനു മുകളിലാണ് ഗൗരിയമ്മ നിന്നിരുന്നത്. ആരും അറിയുന്നില്ലായിരുന്നു. ഇന്നിപ്പം
എല്ലാവരുടെയും പിന്തുണയുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പിന്തുണയുണ്ട്, എല്ലാ നാടിന്റെ മൊത്തത്തിലുള്ള സപ്പോർട്ടുണ്ട്. ഈ ഇലക്ഷൻ ഓരോ ഇലക്ഷൻ കഴിയുന്തോറും നമ്മുടെ ഒരു എക്സ്പീരിയൻസും അല്ലേ, അതൊരു ഭയങ്കര സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യില്ലേ? കുറച്ചുകൂടി എളുപ്പമായി വരുന്നുണ്ടോ ഇലക്ഷൻ? നമ്മുടെ ഈ പോകുമ്പോൾ ആളുകളുടെ ഒരു മനോഭാവം മുഖത്തോട്ട് നോക്കി നമുക്കറിയാം. കള്ളച്ചിരിയാണോ യഥാർത്ഥ ചിരിയാണോ, കാണാൻ കാണിക്കുന്ന ആവേശം വോട്ടിൽ പ്രതിഫലിക്കും. ഇപ്പോൾ സത്യം പറയാമെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കേണ്ടതാണ്, അത്ര ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ 10,400 പോയി. പക്ഷെ ആ 1,10,400 എന്ന് പറയുന്ന അംഗസംഖ്യ ആ അക്കത്തിന് 1,40,000 വോട്ടിന്റെ വാല്യൂ ഉണ്ട്. അതെ, അന്ന് ഒറ്റ ആളാണ് വിജയിച്ചത്. ആ വാല്യൂ ഞാൻ പറയുന്നത് അസസ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, എന്റെ ചുറ്റുപാടുമുള്ള കൊല്ലം, എറണാകുളം, കോട്ടയം, മാവേലിക്കര, ഇതിന്റെ ബൗണ്ടറി എല്ലാം 1 lakhന് മേളിലാണ്. അവരുടെ ഇടതുപക്ഷ UDFന്റെ ഭൂരിപക്ഷം എല്ലാം 1 lakhന് മേളിലാണ്. അപ്പൊ ഞാൻ കറക്റ്റാണ്, എന്റെ വാല്യൂ കറക്റ്റാണ്. അന്ന് ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടായിരുന്നു ആരിഫിക്ക്? എല്ലാ പ്രാവശ്യവും ഒരു കണക്ക് പറയും. നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ, ഫീൽഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി കുറച്ചെന്തോ നെഗറ്റീവ്സ് എനിക്ക് സ്പാർക്ക് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇതോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് സ്പാർക്ക് ചെയ്തു. കാര്യം നെഗറ്റീവ് സ്പാർക്ക് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിലൊരു വലിയ പരിധിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളുടെ ഇടയിലെ മനോഭാവത്തിൽ പിന്നെ ആളെ കാണാൻ കൂടിയെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ആ പ്രചാരണം നന്നായി ഇഫക്റ്റ് ചെയ്തു. എന്നിട്ടും പക്ഷെ ഒരു ഇത് വെച്ചിട്ട് ഞാനിത് പറഞ്ഞത് കറക്റ്റാണ് എൻ്റെ. അത് ശരിയാണ് കേട്ടോ, ആരിഫിക്ക് കൃത്യം കണക്കുകളുണ്ട്. അത് എല്ലാ പ്രാവശ്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ പ്രാവശ്യവും പറയുന്ന കണക്കുകൾ ശരിയാവുന്നുണ്ട്. ചേച്ചി ഇവിടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു രാഹുൽ ഗാന്ധി ഉണ്ട്, പൊളിറ്റിക്സ് എങ്ങനെ നോക്കുന്ന ആളാണ്? ഞാൻ അപ്ഡേറ്റഡ് ആണ് എല്ലാം. ഈ സമയം ഇവിടെ കിട്ടുന്ന രാഷ്ട്രീയം ഭർത്താവുമായിട്ടുള്ള ഡിസ്കഷൻ? ഇല്ലില്ല, വീട്ടിലെ ഡിസ്കഷനേ ഇല്ല, അങ്ങനെ ഒരു കാര്യമായി സംസാരിക്കാറില്ല. ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കും, ചാനലുകൾ, ഈ രാഷ്ട്രീയ ഡിസ്കഷൻസ് എല്ലാം വാച്ച് ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇത്തവണ എല്ലാം തലയെടുപ്പുള്ള നേതാക്കന്മാർ എല്ലാ മുന്നണിയിലും മത്സരിക്കുന്നത് ശരിക്കും ഒരു ഭയങ്കര മത്സരം, എല്ലാ രീതിയിലും ഒരു മത്സരം വരുന്നത്, എല്ലാ രീതിയിലുള്ള മത്സരമുണ്ട്. എല്ലാവരും ഹൈലി സ്പിരിറ്റഡ് ആണ്. UDF ക്യാമ്പാണെങ്കിലും. നാളെ എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു? രാവിലെ 7 മണിക്ക് തന്നെ പോകും. ഞങ്ങൾ ആദ്യം തന്നെ വോട്ട് ചെയ്യും. എനിക്ക് മറ്റു സ്ഥലങ്ങളൊക്കെ പോകണ്ടല്ലേ, അപ്പൊ നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്തിട്ട് പോകാൻ നോക്കിയത്. മോൾക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടാടാ? ഇല്ല, അങ്ങനെ ഇല്ല. മോളുടെ പേരെന്ന് പറഞ്ഞു? ഞാൻ ഡ്രസ്സാണ്. ഓക്കെ, എന്നാ ചെയ്യുന്നു? ഞാൻ ഹോമിയോപ്പതി ഫൈനൽ ഇയർ ആണ്. അമ്മയുടെ വഴിയിൽ തന്നെയാണ്, ഒരു രാഷ്ട്രീയം ഇല്ല. അച്ഛന് രാഷ്ട്രീയം നോക്കുന്നുണ്ടോ? രാഷ്ട്രീയം വാപ്പിനെ നോക്കേണ്ട കാര്യം വാപ്പി ചെയ്യുന്നുണ്ട്. വാപ്പി ഫുൾ ടൈം ജനങ്ങൾക്ക്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാന്ന് എനിക്കറിയാം. അമ്മ മറ്റേ ഒരു നേവി ബാക്ക്ഗ്രൗണ്ടും അതും ആർമി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുന്ന ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ ആണെന്ന് അറിയാം. അത്തരത്തിൽ രാഷ്ട്രീയം ഒന്നും അമ്മ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല വീട്ടില് വാപ്പിന്? ഇല്ല, വാപ്പി അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാഷ്ട്രീയം വാപ്പിനെ കിട്ടാറില്ല. വാപ്പി ഇങ്ങനെ വീട്ടിൽ വരുന്ന നീ കൃത്യമായിട്ട് കണ്ടിട്ട് എത്ര കാലമായി? ഒരു ഡേ ഫുള്ള് ബാപ്പിനെ വീട്ടിൽ കണ്ടിട്ട് കുറെ കാലമായോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പെരുന്നാൾ അന്ന് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പോയി. പിന്നെ ഞാൻ ഇന്നലെയാണ് റോഡ് ഷോ, ഇന്നലെ ആ കലാശക്കൊട്ടിന്റെ ജീപ്പിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കാണും. അമ്മ പിന്നെ രാത്രിയെങ്കിലും കാണുന്നുണ്ടെന്ന് പറയാല്ലേ? എന്തെങ്കിലും മെഡിസിൻ എങ്കിലും ചോദിക്കും, ശരീരം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചൂട് പ്രതിരോധിക്കാനും അങ്ങനെയൊക്കെയുള്ള എത്ര എന്താണ് പ്രതീക്ഷ? നേരത്തെ പറഞ്ഞ അടിയൊഴുക്കുണ്ടാവുന്നു. എനിക്കൊന്ന് എല്ലാ മുന്നണിയിലും അടിയൊഴുക്കുണ്ടാവും തെരഞ്ഞെടുപ്പാവുന്നത്. എല്ലാ മുന്നണിയിലും അടിയൊഴുക്കൊക്കെ ഉണ്ടാവും. സാധാരണ ഇലക്ഷൻ ഉണ്ടാകുന്ന പോലെ അടിയൊഴുക്കുണ്ടാവും. നല്ലവണ്ണം കേസ് വീണ പോലെ ചില അടിയൊഴുക്കുകൾക്ക് നല്ല രീതിയിൽ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അടിയൊഴുക്കളൊക്കെ അതിജീവിച്ച് നല്ല വിജയം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തുമെന്ന് 100% ഉറപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും, 100% ഉറപ്പ്. അപ്പൊ ആശംസകൾ. നാളെയും ഒപ്പം തന്നെ വോട്ടെടുന്ന ദിവസവും വിജയത്തിൻ്റെതാവട്ടെ. എല്ലാവർക്കും, കുടുംബത്തിന് എല്ലാവർക്കും ആശംസകൾ. എന്നാലും ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം നിന്റെ അച്ഛനെ കൂടെ പിടിച്ചു നിർത്തണം കേട്ടോ. ഞാൻ ഉണ്ടാകത്തില്ല, ഞാൻ തിരിച്ച് കോളേജ് പോയി. എനിക്ക് എക്സാം. വോട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോവല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം ഫലവത്താവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ആ ഒരു ആശ്വാസത്തിൽ, കാരണം ഇത്രയും ദിവസത്തെ ഒരു പ്രചരണം കഴിഞ്ഞ് ഒന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇന്ന് മറ്റാളുകളെയൊക്കെ കാണാൻ പോവുകയാണ് AM ആരിഫ്. കൊല്ലത്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, ചേർത്തലയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ദിവസം. കുടുംബത്തിനോടൊപ്പം കുറേ ദിവസത്തിന് ശേഷം ചെലവിട്ടു എന്നുള്ള പ്രത്യേകതയും ഇന്നുണ്ട്. അമ്മയും മകളും ഒക്കെ ഒരുമിച്ചാണ്. രാവിലെ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം
ഉയർത്തും. എത്ര അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം പങ്കുവച്ചാണ് AM ആരിഫ് ഇപ്പോൾ മടങ്ങുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അപ്പോൾ അതാണ് ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിന്റെയും വിജയപ്രതീക്ഷകൾ. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് വിമുഖതയെന്ന ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. വിജയിച്ചാൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് പറഞ്ഞു. ഇന്ന് അവസാനത്തെ നിമിഷങ്ങളാണല്ലോ, അപ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിനായി ഇപ്പോൾ വിട്ടുപോയവരെയും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ SNDPന്റെ ബന്ധപ്പെട്ട് കുറച്ച് ശാഖകളൊക്കെ ഒന്ന് സന്ദർശിക്കാനുണ്ട്. പിന്നെ ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ വക്കീലന്മാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെയുള്ള അവസാനത്തെ നിമിഷവും ഓരോ വോട്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവരെ ഫുൾ ടൈം ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ജനങ്ങളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത്, കാരണം കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്രം അനുവദിച്ച ഫണ്ടുകൾ ഇവിടെ വിനിയോഗിക്കാൻ ഒരു വിമുഖത കാട്ടുന്ന ഒരു സർക്കാർ ഭരണമില്ലാത്തത് കൊണ്ട്, അപ്പോൾ ആ ഭരണത്തിൻ്റെ ഭാഗമാക്കാൻ ഒരു അവസരം തരാനായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പോകുന്ന ഇലക്ഷൻസിൽ പ്രധാനമന്ത്രി ആരാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ജനങ്ങൾ. ശ്രീ നരേന്ദ്രമോദിജി ആണ് പ്രധാനമന്ത്രി എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമേ ഇവിടെ പ്രത്യേകിച്ച് ഇടുക്കിയിൽ അതിൻ്റെ വികസന കാഴ്ചപ്പാട് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു അവസരം തരാനായിട്ടാണ് ഞാൻ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അവർ തരും. ഭൂപ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇലക്ഷനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ശാശ്വതമായി പരിഹാരം വേണ്ടേ? എന്നും നമുക്കറിയാം, നിയമനിർമ്മാണങ്ങളിലൂടെ തന്നെ അത് പരിഹരിക്കാൻ കഴിയും. അതിനു വേണ്ട ഒരു വലിയ പ്രയത്നം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനി എറണാകുളത്തേക്ക് പോയാൽ സ്വന്തം ബൂത്തിലെ വോട്ടർമാർക്ക് സ്ലിപ്പ് വിതരണം ചെയ്ത് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്നും ഹൈബി ന്യൂസ് 18നോട് പറഞ്ഞു. ജനം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ അവരുടെ അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം, നാളെ വോട്ട് ഇടുകയാണ് ജനം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എറണാകുളത്തിന്റെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണ്. നല്ല ചൂടാണ്, വോട്ട് ഇങ്ങനെ അടുത്തെത്തി, നാളെയാണ് ജനം വിധി എഴുതുന്നത്. എറണാകുളത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണോ ഹൈബി? പൊരിയുന്ന വെയിലാണെങ്കിലും പൊള്ളുന്ന വിഷയങ്ങളാണ് രാജ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ടൊരു മതേതര ഇന്ത്യക്കായി വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഹൃദയത്തിലാണോ ഹൈബി ഈഡൻ എന്നുള്ളത് ജനങ്ങൾ എഴുതേണ്ട പ്രോഗ്രസ് കാർഡാണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ വിൻ എറണാകുളത്ത് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണ്, പൊതുവെ നമ്മൾ ക്യാമ്പയിനിന് പോയ എല്ലായിടങ്ങളിൽ നിന്നും സാധാരണയിൽ നിന്നും വിപരീതമായി കുറെ കൂടി എന്തൂസിയാസം ആളുകളുടെ ഇടയിലുണ്ട്. ഈ കഠിനമായ ചൂടിനെ അവഗണിച്ച് അവർ വോട്ട് ചെയ്യാൻ എത്തും. കാരണം അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകൾ നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇലക്ഷൻ നോക്കി കാണാണ് ഞങ്ങൾ. പക്ഷേ ഒരു തരത്തിലും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഇത്തിരി വൈകിയാണെങ്കിലും ഞങ്ങൾ പ്രചരണത്തിൽ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. അത് പരസ്യ പ്രചരണങ്ങളാണെങ്കിലും അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളെ കാണുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എറണാകുളം. ഞങ്ങൾ ഇറക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ 5 വർഷം MP എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനം നന്നായി വിലയിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. എറണാകുളം മണ്ഡലം UDFനെ സംബന്ധിച്ച് മറ്റ് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉറച്ച കോട്ട എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും പലപ്പോഴും ഇതിനു മുൻപ് നമ്മുടെ ചരിത്രമുണ്ട് UDFന് കാല് പതറിയ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ ഉണ്ടോ? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ജനങ്ങളെ നമ്മൾ ഡോണ്ട് ടേക്ക് ദം ഫോർ ഗ്രാന്റഡ്. അതുകൊണ്ടാണ് MP ആയി അതിന് ശേഷമുള്ള 5 വർഷവും ഓരോ ദിവസവും ക്യാമ്പയിൻ പോലെ തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിട്ടുള്ളത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ വിരൽ തുമ്പത്ത് നോക്കാം ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. എല്ലാ ക്രമീകരണങ്ങളും